റഹ്മത്തുള്ളയും രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് സി ഷുക്കൂർ. ആദ്യം ശ്രീ കെ.പി. റഹ്മത്തുള്ള, ഒരാവശ്യമില്ലാതെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരിക, അത് ചർച്ച ചെയ്യപ്പെടുക, ഒരുപക്ഷെ എന്ത് കോസിനാണ് ഈ വിഷയം ചെയ്തത് അതിന് നേരെ വിപരീതമായിട്ട് ചർച്ച ചെയ്യപ്പെടാനും പൊതുജനങ്ങളുടെ പ്രതികരണം ഉണ്ടാക്കാനുമെല്ലാം മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഹൈക്കോടതി ഉത്തരവുള്ള ഒരു സ്ഥലത്ത്, കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പ്രകടനം നടത്തുന്നതിന് വിലക്കുള്ള ഒരു സ്ഥലത്ത്, പലസ്തീൻ അനുകൂല പ്രകടനം തിരുവോണ ദിനത്തിൽ തന്നെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നടത്തുന്നവർക്ക് ഇതൊരു വലിയ പ്രതിഷേധത്തിൽ എത്തും എന്നുള്ളൊരു കോമൺ സെൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കോമൺ സെൻസ് മറികടന്നുകൊണ്ട് പ്രകടനം നടത്തുന്നവർ രാജ്യദ്രോഹ കുറ്റമല്ലേ ചെയ്തത്, NIA വന്ന് കേസെടുക്കണമെന്നൊക്കെ BJP പറയുന്നതിൽ അർത്ഥമില്ലേ? BJPയുടെ ആവശ്യത്തിൽ ഒരർത്ഥവുമില്ല എന്നതാണ് സത്യം. കാരണം തിരുവോണ ദിവസം മാത്രമല്ല, നബിദിന ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, വളരെ കൊട്ടിഘോഷിച്ച് പറയുന്നത് പോലെ ഒരു വലിയ ആൾക്കൂട്ടമോ വലിയ പ്രകടനമോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. കൈകൊട്ടിക്കൊണ്ട്, ചെറിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട്, ചെറിയ 30-ൽ താഴെയുള്ള ഒരു പിക്നിക്കിന് വന്ന ഒരു സംഘം ഒരു പ്രത്യേക ദിവസത്തിൽ ലോകത്തെ തന്നെ വിമോചിപ്പിച്ച ഒരു പ്രവാചകന്റെ ദിവസത്തിൽ ഗസയിലെയും ഫലസ്തീനിലെയും കഷ്ടപ്പെടുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും മനുഷ്യർക്കും വേണ്ടി ഒരു ഐക്യദാർഢ്യം എന്ന രൂപത്തിൽ നടത്തിയ ഒരു ചെറിയ പ്രകടനത്തെയാണ് നമ്മൾ ഇങ്ങനെ വലിയ ഒരു കാര്യമാക്കി ഉയർത്തിക്കാട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൈക്കോടതിയുടെ വിധിയുണ്ടെങ്കിലും ഒക്കെ തന്നെയും പൊതുസ്ഥലം പോലെ ആളുകളും വിനോദസഞ്ചാരികളും ഒക്കെ ഉപയോഗിച്ചു വരുന്ന സ്ഥലമാണ് മാടായിപ്പാറ എന്ന് പറയുന്നത്. അവിടെ ഒരു ക്യാമ്പിന്റെ ഭാഗമായി എത്തിയ കുറച്ച് സ്ത്രീകൾ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന, കാലങ്ങളായി ഇന്ത്യയൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വരുന്ന ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പരിസ്ഥിതിക്കും ഒരാഘാതവും ഉണ്ടാക്കാതെ ചെറിയ സാധാരണ അവിടെ ഉല്ലാസത്തിന് വരുന്നവർ നടക്കുന്നത് പോലെ നടന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പലസ്തീൻ വിഷയം ഇന്നും വലിയ ഒരു വിഷയമായ രൂപത്തിൽ ഒരു ചെറിയ സഹാനുഭൂതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമത്തെയാണ് നമ്മൾ വലിയ ഒരു കാര്യമായി അവതരിപ്പിച്ചുകൊണ്ട് രാജ്യദ്രോഹ കേസെടുക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ പ്രതിഷേധങ്ങൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും എന്നതാണ് സത്യം. മാടായിപ്പാറ സംരക്ഷണ സമിതിയിൽ എല്ലാ ജനവിഭാഗങ്ങളും ഒരുപോലെ അണിചേർന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. മാടായിപ്പാറ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ സമൂഹവും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഈ വിഷയം വളരെ വലുതാക്കിക്കൊണ്ട് കാണിക്കുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടെയും ഒരു പ്രത്യേക ജനവിഭാഗത്തെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു രാജ്യദ്രോഹവും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. തിരുവോണ നാളിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തുന്നതിന് പകരം രണ്ട് ജനവിഭാഗങ്ങളുടെ പ്രത്യേകമായ ആഘോഷ ദിവസം എന്നുകൂടി നമ്മൾ ഇതിനെ കൂട്ടിച്ചേർത്ത് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. GIO എന്ന് പറയുന്ന സംഘടന ഇതിനു മുമ്പ് ഒരിക്കലും അവരുടെ ചരിത്രത്തിൽ അത് രൂപീകരിച്ചതിന് ശേഷം രാജ്യദ്രോഹ പ്രവർത്തനമോ ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഇക്കാലയളവിൽ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു പ്രത്യേക ജനവിഭാഗത്തെ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശബ്ദം മാത്രമാണ് ഇപ്പോൾ മറുഭാഗത്തു നിന്നും ഉയരുന്നത് എന്ന് പറയേണ്ടി വരും. മാടായിപ്പാറയിൽ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയമായ സംഘർഷം ഉണ്ടാക്കുന്നതിനോ ജനങ്ങളെ വേർതിരിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫലസ്തീനെ ഓർക്കുക അല്ലെങ്കിൽ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതൊക്കെ രാജ്യദ്രോഹ കുറ്റമാണ് എങ്കിൽ ഈ നാട്ടിൽ അത്തരം പ്രതിഷേധങ്ങൾ നടത്താത്തവർ ആരാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശ്രീ കെ.പി. റഹ്മത്തുള്ള, ഇത് സ്ഥിരമായിട്ട് എന്തെല്ലാം പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്താം. പക്ഷേ ഈ മറുഭാഗം എന്ന് പറയുന്നതുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധമല്ലല്ലോ. പോലീസ് സ്വയം രജിസ്റ്റർ ചെയ്ത കേസുണ്ട്. അതിനകത്ത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിനും സ്പർദ്ധയുണ്ടാക്കിയതിനുമുണ്ട്. നബിദിനമാണ്, പക്ഷെ അതിന് ഉപരിയായിട്ട് തിരുവോണവും അത് ദേവസ്വം ഭൂമിയുമാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ യാതൊരു ഒരു പ്രതിഷേധവും ഉണ്ടാകില്ല എന്നവർ ധരിച്ചു വശായോ?
അങ്ങനെ കരുതാനുള്ള ഒരു സാധ്യതയുണ്ടോ? അനുമതിയില്ലാതെ, ഒരുവിധ അനുമതിയുമില്ലാതെ തിരുവോണ ദിവസം ദേവസ്വം ഭൂമി, ഇങ്ങനെ 3-4 വിഷയങ്ങളൊക്കെ ഇതിനകത്ത് ഉരുത്തിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിൽ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്ന് കരുതാൻ കഴിയുമോ? പ്രകടനം നടത്തിയ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ സംസാരിക്കുന്നു. അവർ ഞങ്ങളൊരു പിക്നിക്കിന്റെ ഭാഗമായി ആ സ്ഥലത്ത് ഒത്തുചേർന്നപ്പോൾ അപ്പോൾ തന്നെ തീരുമാനിച്ച് നടത്തിയ ഒരു ചെറിയ ഐക്യദാർഢ്യം എന്ന് പറയുന്നതിലെ അർത്ഥമുള്ളൂ എന്നാണ്. മാത്രമല്ല മൈക്ക് ഉപയോഗിക്കുകയോ ബാനറുകൾ ഉപയോഗിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ സ്വാഭാവികമായി ഒരു ക്യാമ്പിന്റെ അവസാനം നടന്ന ഒരു പിക്നിക് മാതിരിയാണ് ഇവർ അവിടെ എത്തിയത്. അവിടെ നിന്നും അവർ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനെ വലിയ ഒരു വിഷയമായി പർവ്വതീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരികെ എത്താം ശ്രീ കെ പി റഹ്മത്തുള്ള. ശ്രീ ഷാബു പ്രസാദ്,